ഹായ് ഹലോ. ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ പഴമാണ് പഴുത്ത് നിൽക്കുന്നത്. എന്നാൽ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, എന്താ ഇന്നലെ ചോറും ബാക്കിയുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് പുട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളൊന്നും ചിന്തിച്ചില്ല, 1.5 കപ്പ് പൊടിയിട്ടോ, സാധാ പച്ചരി പൊടിച്ചതാണ് നമ്മളെ വീട്ടിലുള്ളത്, വറുത്തതൊന്നും അല്ലേ. അതിലേക്ക് നമ്മൾ 1 കപ്പ് ചോറിട്ടു, 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് ചോറിട്ടിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് ആദ്യം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. അതാണ് അപ്പോഴുള്ള നമുക്ക് ചോറ് എല്ലായിടത്തും എത്തണമല്ലോ. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം 3/4 കപ്പ് വെള്ളം കേട്ടോ. അതായത് നമ്മൾ 1.5 കപ്പ് പൊടിക്ക് 3/4 കപ്പ് വെള്ളമാണ് എടുത്തത്, 1 കപ്പ് ചോറ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ കിട്ടണ രീതിയിലാണ് അതിൻ്റെ പരിവ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പുറത്തുനിന്നൊന്നും ഒരു പുട്ടും പൊടി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായ പുട്ട് റെഡിയാക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ ഈ ലെവലാകുമ്പോൾ ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരിവാകുമ്പോൾ റെഡിയാണ്. അപ്പോൾ നമുക്ക് എന്നിട്ടത് മിക്സിൻ്റെ ബാക്കിൽ നമ്മൾ ക്രഷ് അടിക്കൂല, അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് അടിച്ചാൽ അത് നല്ല സോഫ്റ്റ് പുട്ട് റെഡിയാകും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല എളുപ്പമാണ്, വേഗം ഉണ്ടാക്കും ചെയ്യാൻ. ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താട്ടും കുക്കറിൽ കുറച്ച് ഉലുവ ഇടും. അത് നമ്മളെ വീട്ടിലൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവരും ഇടണ്ട, ചിലർ ചെറിയ ഉള്ളിയും കൂടി അതിൻ്റെ കൂടെ ഇടേ. അങ്ങനെ നല്ല സോഫ്റ്റായ പുട്ടുണ്ടാക്കാൻ നമുക്ക് എളുപ്പം കഴിയും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നമ്മളെല്ലാവരോടും ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ കേട്ടോ. അങ്ങനത്തെ നമ്മളെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണതേക്ക് പഴത്തിൻ്റെ കൂടെ കറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. എല്ലാം ഒന്ന് കണ്ടു നോക്കട്ടോ. ഓക്കെ, ബൈ.